നമസ്കാരം. അമേരിക്കൻ വീക്ഷണത്തിലേക്ക് സ്വാഗതം. നമ്മുടെ കേരളത്തിലെ വിദ്യാർത്ഥികൾ തമ്മിൽ അടിപിടി കൂടി ഒരു പയ്യൻ കൊല്ലപ്പെട്ടു. ആ വാർത്ത വന്ന ദിവസം തന്നെയാണ് ഇവിടെ അമേരിക്കയിൽ വൈറ്റ് ഹൗസിൽ കിടന്ന് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ചേർന്ന് വേറൊരു രാജ്യത്തെ പ്രസിഡന്റുമായിട്ട് കശപിശ കൂടുന്നത് കണ്ടത്. വാസ്തവം പറഞ്ഞാൽ തല താഴ്ത്തിപ്പോയി. ഇവരൊക്കെ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വളരെയധികം ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന, അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും അധികാരമുള്ള വ്യക്തികളൊക്കെ ഇങ്ങനെയൊക്കെ തരം താഴുന്നത് ശരിയാണോ എന്ന് തോന്നിപ്പോയി. അതിൽ പ്രസിഡന്റ് ട്രംപും വൈസ് പ്രസിഡന്റ് JD വാൻസും സെലൻസ്കിയെ യുക്രൈൻ പ്രസിഡന്റ് ചോദ്യം ചെയ്യുന്നത് കണ്ടപ്പോൾ ഞാൻ ചെറുപ്പകാലത്തെ ഒരു അനുഭവം ഓർക്കുന്നത്. അതായത് ഞാൻ ബീഡി വലിച്ചു എന്ന് പറഞ്ഞ്, ചെറിയ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ബീഡി വലിച്ചു എന്ന് പറഞ്ഞ് ആരോ പോയി ഹെഡ് മാസ്റ്ററോട് പറഞ്ഞു. അപ്പോൾ ഹെഡ് മാസ്റ്റർ വിളിച്ച് ചോദ്യം ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ മേടിച്ച് കുറച്ച് ഹെഡ് മാസ്റ്ററുടെ മുന്നിൽ നിൽക്കുകയാണ്. അപ്പോൾ ഏതായാലും ഹെഡ് മാസ്റ്റർ ഒന്ന് ഊതാൻ പറഞ്ഞു. ഊതിയപ്പം ബീഡിയുടെ സിഗരറ്റിൻ്റെ മണമില്ല, അതുകൊണ്ട് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ പോലെ ആ ഭീതിയോടെ നിൽക്കുന്ന ഒരു ബാലൻ്റെ ചിത്രമാണ് എനിക്ക് തോന്നിയത്. ഇപ്പം സെലൻസ്കി അതുപോലെ ഇവരുടെ മുന്നിൽ ഇങ്ങനെ പേടിച്ച് പറിച്ച് നിൽക്കുന്നു. ഒടുവിൽ JD വാൻസ് ഇവർ രണ്ടുപേരും സെലൻസ്കി ആക്ഷേപിക്കുകയാണ് അവർ തുടക്കം മുതൽ തന്നെ. JD വാൻസ് ഇങ്ങനെക്കെതിരെ പറയാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഇങ്ങനെ തിരിച്ചു പറയാനും തുടങ്ങി, സെലൻസ്കി തിരിച്ചു പറയാനും തുടങ്ങി. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും വളരെ ദുഃഖവും ഖേദം തോന്നി. ഓവൽ ഓഫീസിൽ വെച്ചാണ് ഇത് നടക്കുന്നത്. ലോകത്തിലെ ഏറ്റവും അധികാരം കൈയാളുന്ന വ്യക്തിയുടെ ഓഫീസ്. ആ ഓഫീസിൽ വെച്ച് അദ്ദേഹത്തിനെതിരെ സംസാരിക്കാനായിട്ട് വേറൊരു രാജ്യത്തു നിന്ന് വന്ന ഒരാൾ ധൈര്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ അത് വാസ്തവം പറഞ്ഞാൽ ട്രംപിനും JD വാൻസിനും ഒരു ക്ഷീണം തന്നെയാണ്. അപ്പോൾ ഇപ്രാവശ്യം ജയിച്ചതിന് ശേഷം ന്യൂയോർക്ക് ടൈംസ് പറയുന്നതാണ്, ഇപ്രാവശ്യം ജയിച്ചതിന് ശേഷം ആരെങ്കിലും നോ പറയുന്നത് ട്രംപിന് ഇഷ്ടമില്ല. എല്ലാവരും അദ്ദേഹം പറയുന്നത് കേട്ടുകൊള്ളണം, കേട്ടിരിക്കും എന്നുള്ളൊരു ധാരണയിലാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനമെല്ലാം. ആ സമയത്താണ് ഇവിടെ സെലൻസ്കി വന്ന് അവരെ ഒന്ന് വലിച്ചു ചാടിക്കുന്നത്, അവരുടെ ആ ഈഗോയ്ക്കിട്ട് ഒരു കുത്തു കൊടുക്കുന്നത്. സത്യം പറഞ്ഞാൽ അത് ഖേദകരമായിപ്പോൾ ഇതിൽ സെലൻസ്കിയാണ് നേട്ടം ഉണ്ടാക്കിയെന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ദോഷം വന്നിരിക്കുന്നത് JD വാൻസിനാണ്. JD വാൻസ് ചെറുപ്പക്കാരനാണ്, 44 വയസ്സേ ഉള്ളൂ. പക്ഷേ ഒരു അപക്വമായ പെരുമാറ്റം അവിടെ കണ്ടു. അതുകൊണ്ടാണ് അദ്ദേഹം ഒച്ചയെടുത്ത് സംസാരിച്ച്, നിങ്ങളുടെ പ്രസിഡന്റിനോടൊന്നും ഇത്രയും നന്ദി പറഞ്ഞാൽ പോലെ, ഇത്രയധികം പണമെല്ലാം അമേരിക്ക കൊടുക്കുന്നുണ്ട്, എന്നിട്ടും ഇത്രയും താങ്ക് ചെയ്താൽ പോരാ, നന്ദി പോരാ എന്നൊക്കെ പറയുന്നത് നമുക്കറിയാം. നമ്മൾ അന്താരാഷ്ട്ര രംഗത്ത് ഇത് നന്ദിയുടെ പ്രശ്നമല്ല, ഇത് പൊളിറ്റിക്സിൻ്റെ പ്രശ്നമാണ്. യുക്രൈനെ നമ്മൾ സഹായിക്കുന്നത് നമ്മുടെ ഒരു നന്ദി കിട്ടാൻ വേണ്ടിയോ അല്ലെങ്കിൽ നമ്മളെ പൊക്കച്ചം കാണിക്കാൻ വേണ്ടിയോ അല്ല. അതൊരു അമേരിക്കയുടെ താല്പര്യമാണ്. കാരണം റഷ്യ ശക്തിപ്പെട്ടു പോയി കഴിഞ്ഞാൽ യൂറോപ്പിന് അതൊരു പ്രശ്നമായി തീരും. യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം റഷ്യ ഒരു വൻശക്തിയായി കഴിഞ്ഞാൽ മറ്റു യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം വിഴുങ്ങിക്കളയും. അവയ്ക്കെല്ലാം ശത്രുത വരും. അപ്പോൾ അതുകൊണ്ടാണ് അവരെല്ലാം റഷ്യ എതിർത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ ബന്ധുക്കൾ മറ്റൊരു യൂറോപ്യൻ രാജ്യങ്ങളാണ്, ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിയും ഒക്കെ. അവരുമായിട്ടാണ് നമ്മുടെ അമേരിക്കയുടെ കൂട്ടുകെട്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അവരുടെ കൂടെ നിൽക്കുന്നത്. അല്ലാതെ റഷ്യ ഇത് യുക്രൈനോടുള്ള സ്നേഹം കൊണ്ട് മാത്രമൊന്നുമല്ല, ഇതെല്ലാം ഒരു റിയൽ പൊളിറ്റിക്സിൻ്റെ കാര്യമാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇത് വ്യക്തിപരമായിട്ട് രാജ്യം നന്ദി പറയണം, നന്ദി ആ രീതിയിൽ. അതുപോലെ തന്നെ അവിടുത്തെ മിനറൽസ് നമ്മൾ ഒപ്പിട്ട് അതിനെല്ലാം കരാറ് വാങ്ങണം എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഒരു മീനായിട്ടുള്ള ഒരു കാര്യം പോലെയാണ് തോന്നിപ്പോയത്. എന്തായാലും ഇവിടെ വാൻസിൻ്റെ ആ നിലപാടും വാൻസിൻ്റെ ആ പ്രകടനവും ഒരു വൈസ് പ്രസിഡന്റിനും, അത് ഭാവിയിൽ നമ്മൾ വലിയ പ്രതീക്ഷകൾ പുലർത്തുന്ന ആളാണ്. അപ്പോൾ അങ്ങനെ ഒരാൾക്ക് ചേർന്നതായിട്ട് തോന്നിയില്ല. അതിൻ്റെ പ്രതിഫലനമാണ് വാൻസും കുടുംബവും വെർമോണ്ടിൽ സ്കീയിങ് റിസോർട്ടിൽ ചെന്നപ്പം അവിടെ മുഴുവൻ പ്രകടനക്കാർ വാൻസിനെതിരെ എന്തെല്ലാം മോശപ്പെട്ട ബിൽ ബോർഡുകളൊക്കെ ആയിട്ടാണ് അവിടെ പ്രകടനക്കാർ വന്നിരിക്കുന്നത്. നിങ്ങളോട് റഷ്യയിൽ പോയിക്കോളാൻ, എന്തിനാണ് സ്കീയിങ്ങിന് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്? പുട്ടിൻ നിങ്ങളുടെ സ്വന്തമാണെങ്കിൽ അങ്ങോട്ട് പോയിക്കോളാനാണെന്ന് പറയും അവർ പല ബിൽ ബോർഡുകളിലും കണ്ടത്. എന്തായാലും അത് പ്രസിഡന്റിൻ്റെയും വൈസ് പ്രസിഡന്റിൻ്റെയും ഒരു പേര് കളഞ്ഞൊരു സംഭവമായിപ്പോയി. ഇത് പിള്ളേരെ ശകാരിക്കുന്ന പോലെ മറ്റൊരു രാജ്യത്തലവനെ ശകാരിച്ചത് ഒട്ടും ശരിയായില്ല. കാരണം ഇത് ഒന്നാമതായി ചർച്ചകളും ഇതെല്ലാം കഴിഞ്ഞ് പ്രസിഡന്റുമാരൊക്കെ കൂടിക്കാണുന്നത് എന്തെങ്കിലും ഒപ്പുവെക്കാനൊക്കെ മാത്രമാണ്. ലോഹ്യം പറയാനും കൈ കൊടുക്കാനും കൈ പിടിച്ചു കൊടുക്കാനും പത്രങ്ങൾക്ക് നേരെ നോക്കി ചിരിക്കാനുമാണ് ഇവർ കാണുന്നത് സാധാരണ നിലയിൽ. മറ്റു ചർച്ചകളെല്ലാം നേരത്തെ തന്നെ കഴിഞ്ഞിരിക്കും. ഇതിന് പകരം മീഡിയയുടെ മുന്നിൽ നിന്ന് വിഴുപ്പലക്കുന്നത് വന്നത് വാസം പറഞ്ഞാൽ ലോകം മുഴുവൻ അതൊരു നാണക്കേടുണ്ടാക്കി എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ ട്രംപ് ഭക്തർ അങ്ങനെ പറയുകയില്ലായിരിക്കും.
ട്രംപ് ചെയ്യുന്ന എല്ലാം ശരിയാണെന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ അങ്ങനെയല്ല, ഈ നിഷ്പക്ഷരായിട്ടുള്ള ആളുകളുമുണ്ട്. നമ്മളൊക്കെ കാണുന്നത് പിന്നെ പക്ഷപാതം ഇല്ലാതെ കാണുമ്പോൾ നമുക്കതിനോട് ഒരു ഒരു അഭിമാനവും തോന്നുന്നില്ല. എന്ന് മാത്രമല്ല, റഷ്യ ഇന്നേ വരെ അമേരിക്കയുടെ മിത്രമായിരുന്നില്ല. ഇപ്പം പെട്ടെന്ന് നമ്മൾ റഷ്യയുടെ മിത്രമാകണമെന്ന് പറഞ്ഞാൽ മിത്രമാകുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ മറ്റ് ട്രഡീഷണലായിട്ട് അമേരിക്കയുടെ ബന്ധുക്കളായി നിന്ന ആളുകളെ, ആ രാജ്യങ്ങളെല്ലാം പിണക്കിക്കൊണ്ട് റഷ്യയുമായിട്ട് കൂട്ടുകൂടണമെന്ന് പറഞ്ഞാൽ അവിടെ ഒരു അസാംഗത്യമുണ്ട്. ഇപ്പോൾ റഷ്യ പലരും പറഞ്ഞു കണ്ടു, അമേരിക്ക, റഷ്യ, ഇന്ത്യ, ഈ 3 രാജ്യങ്ങളും കൂടെ കൂടിയാൽ ചൈനയ്ക്കും മറ്റ് രാജ്യങ്ങൾക്കും എല്ലാം ഒരു ബദലാവുമെന്ന്. ഇപ്പം ബദൽ എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ മിത്രങ്ങളും നമ്മളോട് അനുഭാവം കാട്ടുന്ന രാജ്യങ്ങളും ഒക്കെയാണ് നമ്മൾ പിന്തുണയ്ക്കേണ്ടത്. ഇപ്പം പുടിൻ, അയാൾ 10-25 വർഷമായിട്ട് റഷ്യയിൽ ഒരു നീരാളിപ്പിടുത്തത്തിലൂടെ റഷ്യൻ ജനതയെ കീഴടക്കിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ്. ലോകത്തിൻ്റെ പകുതി പ്രശ്നത്തിൻ്റെ കാര്യം ഈ റഷ്യയും ഇറാൻ, ഇസ്രായേൽ നമുക്കറിയാം നിരന്തര പ്രശ്നക്കാരാണ്. അങ്ങനെ ഈ 2-3 രാജ്യങ്ങളാണ് ലോകം മുഴുവൻ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ആളുകൾ. ഈ പുടിൻ എന്താ കാര്യം? 10-25 വർഷമായിട്ട് ഒരു രാജ്യത്ത് ഏകാധിപതിയായിട്ടിരിക്കാനുള്ള എന്താ അവകാശമായിട്ടുള്ളത്? അപ്പം അങ്ങനെ ഒരാളെ പിന്തുണയ്ക്കേണ്ട ഒരു കാര്യം എന്താണ് അമേരിക്കയെ? അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം ചോദ്യങ്ങൾ വരുന്നു. എന്തായാലും ഈ പിള്ളേര് കളി കണ്ടത് നമുക്ക് വളരെ ലജ്ജ തോന്നിപ്പോയി. ഇത്രയും മോശമായ ഒരു പ്രകടനം വൈറ്റ് ഹൗസിൽ നിന്ന് ഉണ്ടാകുമെന്ന് നമ്മളാരും കരുതിയില്ല.